അപ്പോൾ സ്റ്റെഫിൻ ബ്രോ ഒന്ന് ബ്രീഫായിട്ടൊന്ന് പറയാമോ എന്താണ് നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത്? ഇന്ന് നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ മരിയാലി പുള്ളിക്കാരിയാണ് ഇവിടുത്തെ ഒരു ക്ലാസ് 5, ക്ലാസ് 2, ക്ലാസ് 4 ട്രക്ക് ലൈസൻസ് അസസർ. പുള്ളിക്കാരിയാണ് ഒരാൾക്ക് ഇപ്പം ഓവർസീസ് കൺവേർഷൻ അല്ലെങ്കിൽ ഇവിടെ ഉള്ള ഒരു ക്ലാസ് 4 ഉള്ള ഒരാൾക്ക് ക്ലാസ് 5 എടുക്കണമെങ്കിൽ ഒരു കോഴ്സ് ത്രൂ പുള്ളിക്കാരിയാണ് പോകുന്നത്. അപ്പം പുള്ളിക്കാരി അസസ് ചെയ്ത് ആള് കേപ്പബിൾ ആണെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരി ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കും. ആ സർട്ടിഫിക്കറ്റ് നമ്മൾ NSTA ട്രാൻസ്പോർട്ടിലോട്ട് അത് കൊടുക്കും. അവരവിടുന്ന് അത് അപ്രൂവ് ചെയ്ത് ഹെവി ലൈസൻസ് ഏത് ലൈസൻസിലാണോ അപ്ലൈ ചെയ്യുന്നത്, ക്ലാസ് 4, 2, 5 ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൊടുക്കും. അപ്പൊ അതിന് പുള്ളിക്കാരിക്ക് ഇന്ന് 2 സ്റ്റുഡൻസ് ഉണ്ട്. അപ്പൊ എങ്ങനെയാണത് അതിന്റെ പ്രോസസ്സ് കാര്യങ്ങൾ എന്തൊക്കെയാണ് അതിന്റെ സെറ്റപ്പുകൾ കാര്യങ്ങൾ വേണ്ടതെന്നുള്ളത് പുള്ളിക്കാരി പറയും. നമുക്ക് പുള്ളിക്കാരിയോട് ചോദിക്കാം. ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 സ്റ്റുഡൻസ് ഓവർസീസ് കൺവേർഷൻ ലൈസൻസിന് വരുന്നുണ്ട് ക്ലാസ് 5 എടുക്കാൻ. അപ്പം മഴയലിയാണത് ഓതറൈസ്ഡ് പേഴ്സണാണ് സർട്ടിഫൈ ചെയ്യാൻ. പുള്ളിക്കാരി സർട്ടിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് NSTA ഏജൻസിയിലോട്ട് കൊടുക്കും. അവരവിടുന്ന് വരുന്നവർക്ക് ഫുൾ ലൈസൻസ് കൊടുക്കും. അവർക്കിപ്പോൾ ഓൾറെഡി ക്ലാസ് 5 ലേണേഴ്സാണുള്ളത്. അതിൻ്റെ പ്രാക്ടിക്കൽ ടെസ്റ്റിലാണ് അവർ വരുന്നത്. അപ്പോൾ പുള്ളിക്കാരിനെ കുറിച്ച് പറഞ്ഞു. പുള്ളിക്കാരി 17 years ആയിട്ട് ഈ ഡ്രൈവർ ട്രെയിനർ അസസർ ഈ ഫീൽഡിലുണ്ട്. ഈ പുള്ളിക്കാരിയാണ് തീരുമാനിക്കുന്നത് എങ്ങനെയാണ് അവർ ഡ്രൈവ് ചെയ്യുന്നത്. അവർ ഡ്രൈവ് ചെയ്യാൻ ന്യൂസിലാൻഡിൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് വെച്ച് മീൻസ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വെച്ചെല്ലാം ഓടിച്ച് ഈ പുള്ളിക്കാരിനെ കാണിക്കണം. ഈ പുള്ളിക്കാരി ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കും. അതായത് മലയാളി സാറ്റിസ്ഫൈഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിവിടെ ലൈസൻസ്. അതെ. അതായത് ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ലൈസൻസ് കൺവേർട്ട് ചെയ്യുന്ന നമ്മുടെ ഡ്രൈവിംഗ് സ്കൂളിൽ പോയിട്ട് ഡ്രൈവിംഗ് എടുക്കുന്ന ഏറെക്കുറെ അതേ രീതി ഇവിടുത്തെ ആ റൂൾസ് നമ്മൾ ചെയ്യണം. ഓക്കെ. അപ്പം അതായത് ഇപ്പം നമ്മൾ നാട്ടിൽ നിന്ന് ആരെങ്കിലും ന്യൂസിലാൻഡിലേക്ക് ഹെവി ലൈസൻസ് ആയിട്ടൊക്കെ വരികയാണ്, അല്ലെങ്കിൽ ന്യൂസിലാൻഡിൽ ഇപ്പം നിലവിലുള്ള ഒരു ഹെവി ലൈസൻസ് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു പ്രോസസ്സ് ചെയ്യണം. ഇതിനു മുമ്പ് കുറച്ച് പ്രോസസ്സ് ഉണ്ട്. അതായത് കുറച്ച് വർക്ക് ബുക്സ് ഒക്കെ നമുക്ക് ഫില്ല് ചെയ്യാനുണ്ട്. ഒരു 1 day ഹോൾ പ്രോസസ്സാണ്. 1 to 2 days ഡിപ്പെൻസ് സ്റ്റുഡൻസ്. അപ്പോൾ അതിനൊരു എക്സസൈസ് ബുക്സ് അതിന്റെ കോപ്പി പിന്നീട് കാണിക്കാം. അത് മരിയാലിയുടെ കയ്യിലുണ്ട്. അത് ചെയ്ത് കഴിഞ്ഞ് ഇതിന്റെ സെക്കൻഡ് പാർട്ടാണിത്. അത് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇത് പ്രാക്ടിക്കൽ റോഡ് ടെസ്റ്റ് അതെ അതിലേക്ക് വരുന്നത്. ഓക്കെ. So thanks Stefan for the narration. And so if someone comes from India, they would obviously like to, and if they are in New Zealand, they would like to know how much you charge for this process, and how do you supply trucks if I, like, say for instance, if I am here to convert my license, if I contact you, how much would I have to pay, and how do I or you help me to get a truck to do the test? Okay, well, that's where Stefan comes in. Yep. He's kindly offered me to be able to utilise his vehicles. Yep. So I don't have our own Class 5 truck. Yep. I have to lease them. Yes. And I lease Class 4 and 5. We have Class 2. Yep. We own our own Class 2. But because we don't do as many 4 and 5 licenses, it's not viable to have a truck. Yep. So we always lease a vehicle, which means that when we turn up, we don't know what we've got. Yes. That's why it's important to check it. So in regard to costings, so basically we charge $18.50 for overseas conversion, which is very competitive towards other things. Everybody else is $2,000 up. And we, if it's not an overseas conversion and you got your Class 4 here and you did an approved course like that with me, then it will be $1,700. Yeah. So you provide course as well for someone who is new. So when yes, that's right. And so, but you need to know that I can't have these trucks for hours and hours. So the course is very long. I try and condense it. I don't have big courses. Because often with the language barrier, if you can't speak English, that's okay. You just need to bring someone along to support you. So we can talk about the information so I know you understand it. So if for some reason you do not pass the test, then that
which doesn't happen very often, we will need to get the truck again. Yes. Awesome. So that's expensive. That's when it starts to add up, because I've got to pay for the lease of the Exactly. truck. Thank you. All right. So you won't be charged $18.50 again, but you will be charged around about $1,000. So it's important that we make sure that you can drive when you come here. One person, for example, rang me and says that her husband has not very much experience, but he can drive in a straight line. That just was warning bells for me, because he has a Class 5 license but no experience. I don't mind. I could make a lot of money if but I don't want to waste people's money. Okay. Exactly. So it's important that if you're coming over, you don't need to be perfect at driving. I can help that, but we need to have some experience, especially when you get to this stage of license. This is Class 5. Totally different story, all right? But your Class 2 and Class 4 experience on where to look and how to manage the vehicle transfers to this, so I can just top it up. Awesome. Okay. Thank you very much. സോ സ്റ്റെഫിൻ ബ്രോ, അപ്പം നമ്മൾ ചോദിച്ചതെന്ന് പറഞ്ഞാൽ ഇത് ഏകദേശം എത്ര രൂപ വരും, അതേപോലെ തന്നെ നമുക്ക് എങ്ങനെയാണ് ട്രക്ക് കിട്ടുന്നത്, അത് എൻ്റെ അടുത്ത് ഒത്തിരി ആൾക്കാർ ചോദിക്കാറുള്ള ഒരു കാര്യം തന്നെയാണ്. ഈ കോഴ്സിന് ഇതൊരു 2 days കോഴ്സാണ്. ഒന്ന് തിയറി ഉണ്ട്, ഒരു ദിവസം ഫുള്ള് 1 to 2 days, ഡിപ്പെൻസ്. ലാംഗ്വേജ് പ്രോബ്ലം ഉള്ളവർക്കാണെങ്കിൽ അത് കുറച്ചുകൂടെ ടൈം എടുക്കും, കാരണം നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യണം, അത് നമ്മൾ റൈറ്റ് ചെയ്യണം. റൈറ്റ് ചെയ്യുന്ന ബുക്ക് ഞാൻ കാണിച്ചു തരാം. അത് ഒത്തിരി ഉണ്ട്, 2 ബുക്കുണ്ട്, 2 ബുക്കുണ്ട്. 6 മണിക്കൂർ വേണം പറഞ്ഞു. അതിലും അപ്പം ലാംഗ്വേജ് പ്രോബ്ലം ഉള്ള ഒരാളെ സംബന്ധിച്ച് അത് കുറച്ചുകൂടെ കൂടും. 6 എന്നുള്ളത് ഒരു 8. അപ്പോൾ അത് ഡിപ്പെൻസ് 1 to 2 days മാക്സിമം, അല്ല 1.5 days. പ്ലസ് തിയറി, പ്രാക്ടിക്കൽ ടെസ്റ്റ്. അതിന് പുള്ളിക്കാർ ചാർജ് ചെയ്യുന്ന ഓവർസീസ് കൺവേർഷൻ 1850, പിന്നെ പ്ലസ് ട്രക്ക് ഹയറിംഗ് റേറ്റ്. ന്യൂസിലാൻഡ് സ്റ്റെഫിൻ ബ്രോയുടെ ട്രക്ക് കൊടുക്കും. അതാണ് ആൾക്കാർക്ക് അറിയേണ്ടത്, എങ്ങനെ ട്രക്ക് കിട്ടുന്നത്. നമ്മളാണ്, നമുക്കറിയാവുന്നവരാണെങ്കിൽ നമ്മളതിന് അങ്ങനെ ചാർജ് ചെയ്യാറില്ല. നമുക്ക് അറിയാവുന്നവരാണെങ്കിൽ നമ്മൾ നമ്മുടെ ഫ്രണ്ട്ഷിപ്പിന്റെ പേരിൽ നമ്മളത് കൊടുക്കും. സ്റ്റെഫിൻ ബ്രോയും സൂരജ് ബ്രോയും ആണ് S&S ട്രാൻസ്പോർട്ട് ലിമിറ്റഡിന്റെ ഓണേഴ്സ്. അപ്പൊ അവര് മലയാളികൾ ഇങ്ങനെ ഒത്തിരി നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. വെരി ഗുഡ്. താങ്ക് യു. അപ്പം അങ്ങനെയാണ് നമ്മളതിന് ചെയ്യാറില്ല. ഡിപ്പെൻസ്. ഇപ്പോൾ നമുക്കൊരാളുടെ അടുത്ത് ഒരാൾ ഹെൽപ്പ് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് ഹെൽപ്പ് ചെയ്യും. നമ്മുടെ വണ്ടി അവൈലബിൾ ആണെങ്കിൽ അവൈലബിളും പിന്നെ മര്യാദയുടെ ടൈമും നമ്മൾ നോക്കും. പുള്ളിക്കാരുടെ സമയത്ത് നമ്മുടെ വണ്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇതിപ്പോൾ ക്രിസ്മസ് ആണ്, അപ്പം ഇന്ന് വണ്ടികളെല്ലാം യാടി കിടക്കുകയാണ്, ഒന്നും പോകുന്നില്ല. അപ്പോൾ ഇന്ന് ഫുൾ ടൈം വണ്ടി ഫ്രീ ആണ്. അപ്പോൾ ഇന്ന് എത്ര പേർക്ക് വേണമെങ്കിലും നമുക്ക് ടെസ്റ്റിന് വേണമെങ്കിൽ കൊടുക്കാവുന്നതാണ്. ഒരു പ്രശ്നമുള്ള കാര്യമല്ല. Yeah, that's great. I think that's all, Marielle. Thank you very much for your time. I know it's Christmas Day and you have your clients waiting, and spending almost half an hour with us is hugely appreciated. You're welcome. I think it will be a great source of information for our people who would like to convert their license into New Zealand. Yeah, sure. And obviously after doing some of my initial videos, I have been getting a lot of inquiries from people that want to convert their license, and you have answered most of their questions, not my questions actually. That's great. So thank you very much. You're welcome. And I'll just add to that, we don't advertise, so it's just word of mouth. So the only way that you will find me would be either through you guys or through someone you might know. We don't have a website, we don't advertise. What's your company's name? It's called Talk Driver Training. Awesome. Yeah. And you own it, is it? So I own the business. Awesome. Yeah, Good. it's my business. That's great. അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞത് പുള്ളിക്കാരിക്ക് അഡ്വർടൈസ്മെന്റ് ഇല്ല. ഒന്നെങ്കിൽ ജെറിൻ ബ്രോയിൽ കൂടി എന്നെ സമീപിച്ചാൽ മതിയാവും നമുക്ക് ലൈസൻസ് എടുക്കണമെങ്കിൽ. അത് പറയുമ്പോൾ ശ്രദ്ധിക്കണം, നാട്ടിൽ നിന്ന് പിന്നെ മൊത്തം എങ്ങനെയുള്ള ആളുകളാണ് മെയിൻ ആയിട്ട് വരാൻ താല്പര്യമുള്ളവർ, അല്ലെങ്കിൽ ഓൾറെഡി ഇവിടെ ഉള്ളവര്. അല്ലാണ്ട് ചുമ്മാ നമ്മളെ വിളിച്ച് എൻക്വയറി ചെയ്യുന്ന കാര്യമില്ല. കാരണം വിസ കിട്ടാനുള്ള പ്രോസസ്സും കാര്യങ്ങളും ഒക്കെ ഓൾറെഡി വിസ ഉള്ളവർ, അല്ലെങ്കിൽ ലൈസൻസ് കൺവേർട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർ. എനിക്ക് തോന്നുന്ന ജെറിൻ ബ്രോയുടെ ആയിരിക്കും എല്ലാവർക്കും കൂടുതൽ കോൺടാക്റ്റ് ഉള്ളത്. വിളിച്ചു കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ, ഫിൽറ്റർ ചെയ്ത് എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് പുള്ളിക്കായിട്ട് സംസാരിച്ച് നമുക്കത് ഡേറ്റ് കാര്യങ്ങളെല്ലാം ഫിക്സ് ചെയ്യുന്നതാണ്. സ്റ്റെഫിൻ ബ്രോ, താങ്ക് യു വെരി മച്ച്. വലിയൊരു താങ്ക്സ് പറയേണ്ടത് S&S ട്രാൻസ്പോർട്ടിനോടാണ് കേട്ടോ. സൂര്യചേട്ടനും സ്റ്റെഫിൻ ബ്രോയും ആണ് നമുക്ക് നമ്മുടെ വീഡിയോസ് എല്ലാം ഹെൽപ്പ് ചെയ്യാനൊക്കെ നമ്മളെ സഹായിക്കുന്നത്. പക്ക ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ്. നമ്മുടെ ഹെവി ഡ്രൈവേഴ്സ് ഒത്തിരി മലയാളികളുണ്ട്. നമുക്ക് ഒത്തിരി കോളുകൾ വരുന്നുണ്ട്. നമുക്കെല്ലാം ആൻസർ ചെയ്യാനും
ചിലപ്പോൾ പറ്റാറില്ല, ചിലപ്പോൾ ജസ്റ്റ് എൻക്വയറി ആക്കിയാണ് വരുന്നത്. എന്തായാലും നല്ലൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ്. എന്തായാലും വെൽ ഡൺ ജെറിൻ. Thank you very much. So Merry Christmas to you all. Merry Christmas. Thank you. ഇതാണ് നമ്മൾ അസസർ എഴുതേണ്ട ഒരു ബുക്കല്ലേ. മൊത്തത്തിൻ്റെ അകത്ത് ഇതേപോലെ ഇൻഫർമേഷൻ നമ്മൾ എഴുതി ഈ ടെസ്റ്റിന് വരുന്നതിന് മുമ്പ് നമ്മളിത് ഫുൾ ചെയ്തിട്ട് വരണം അല്ലേ. ഇനി ഇത് കുറച്ചുകൂടെ ഫില്ല് ചെയ്യാനുണ്ട്. ഇതിൻ്റെ ലോഗ് ബുക്ക് കാര്യങ്ങൾ, വണ്ടി ട്രെയിലറിൻ്റെ ഇതൊക്കെ. ഓക്കെ, കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്ത്. താങ്ക് യു മറിയലി. ഇപ്പോൾ മൂന്ന് പേരുണ്ടല്ലേ, 3 ഹിന്ദിക്കാർ പയ്യന്മാർ ടെസ്റ്റിന് വേണ്ടിയിട്ട് പോകുന്നതാണ്. അപ്പോൾ മറിയലി പോകുന്നതിന് മുമ്പ് അവർക്കിത് ഫുള്ളൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ട് അവരെ ടെസ്റ്റിന് കൊണ്ടുപോകും പുള്ളിക്കാരി. ചുമ്മാ ഒന്ന് പറയാൻ പോകണ്ടോ? ഓക്കെ ആയിരിക്കും അത് പുള്ളിക്കാരി ടയറിൻ്റെ പ്രഷർ ഒക്കെ എങ്ങനെയാണ് കാണിച്ചു കൊടുക്കാന്ന്, എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണെന്നൊക്കെ ഉള്ളത്. പിന്നെ വീൽനട്ട് ഇൻഡിക്കേറ്ററിനെ കുറിച്ചൊക്കെ അറിയാമോ? വീൽനട്ട് ഇൻഡിക്കേറ്റർ എന്താ സംഗതി? അതൊക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് കാണിച്ചു. അത് 2 പോയിന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുമിച്ചിരിക്കണം. ഓക്കെ അതായത് നട്ട് ഏതെങ്കിലും മുറുക്കം ഉണ്ടെങ്കിൽ അത് ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരിക്കും. അങ്ങനെ അതിന് വേണ്ടിയിട്ടുള്ളതാണ് ആ സാധനം. ഓക്കെ, എല്ലാം കറക്റ്റ് ആയിട്ടല്ലേ ഇരിക്കുന്നത്. ഏതെങ്കിലും നട്ട് അഴിഞ്ഞു പോയി കഴിഞ്ഞാൽ അത് പയ്യ പൊസിഷൻ മാറും. അപ്പൊ നമുക്കറിയാം വണ്ടിക്ക് നട്ട് അഴിഞ്ഞിട്ടുണ്ടെന്നുള്ളത്. ഓക്കെ, ഇപ്പൊ ആ ടയറിൽ കാണുന്ന പോലെ അല്ലേ. അതിനുള്ളൊരു ഇതാണത്. നമ്മുടെ എല്ലാം കറക്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അതെ, ഏതെങ്കിലും ലൂസ് ആയി കഴിഞ്ഞാൽ നമ്മളത് ഡ്രൈവർമാരെന്നും വന്ന് ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ പുള്ളിക്കാരി ചുറ്റും കൊണ്ട് ഇടിച്ച് ടയറൊക്കെ നോക്കുന്നുണ്ട്. എല്ലാ ഇൻസൈഡ് ടയറും അകത്തെ ടയറും എല്ലാം പുള്ളിക്കാരി ചെക്ക് ചെയ്യുന്നുണ്ടല്ലേ. ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ടെസ്റ്റ് അടിക്കുന്നതിന് മുമ്പുള്ള കാര്യങ്ങളാണ്. ടെസ്റ്റ് അടിക്കുന്നതല്ല, ഇത് നമ്മുടെ ഡെയിലി ഓടിക്കുമ്പോൾ തന്നെ ഇത് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഉറപ്പായിട്ട് ഒരു ഡ്രൈവർ അത് നോക്കിയിരിക്കണം. കാരണം എപ്പോഴാണ് അതിന്റെ ഒരു നെറ്റ് പോകുന്നതെന്ന് അറിയത്തില്ല. ഇന്നാണ് നമ്മുടെ തന്നെ ഒരു ഡ്രൈവർ, ഒരു ഹിന്ദിക്കാരനായിരുന്നു. പുള്ളിക്കാരൻ അത് ചെക്ക് ചെയ്യാണ്ട് പോയ വഴിയിൽ ഫ്രണ്ടിലെ വീല് പഞ്ചറായില്ല. പുള്ളി എന്തോ ഒരു സൗണ്ട് കേട്ട് ഇറങ്ങി നോക്കിയപ്പോൾ അതിന്റെ ഒരു സ്ക്രൂ അഴവായിരുന്നു. ഓക്കെ. അപ്പൊ ഞാൻ ചോദിക്കാൻ വന്നപ്പോ ടെസ്റ്റിന് മുമ്പ് പുള്ളിക്കാരി ഇതൊക്കെ പറഞ്ഞു കൊടുക്കുള്ളൂ, അതോ നമ്മളിത് ചെയ്യേണ്ടോ എന്ന് പുള്ളിക്കാരി നോക്കുവോ? ടെസ്റ്റിന് മുമ്പ് ഇത് പുള്ളിക്കാരി പറഞ്ഞു കൊടുക്കുന്നതാണ്. ഇത് നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്. ഇത് ചെയ്യുകയോ ചെയ്യാതിരിക്കുക എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടം. പക്ഷെ ഇത് മസ്റ്റ് ആയിട്ടും ചെയ്യണം. അത് റൂളാണ് ഇവിടുത്തെ. അത് നമുക്കൊരു ബുക്ക് ഉണ്ട്, അത് ട്രക്കിനകത്ത് ബുക്ക് എടുപ്പുണ്ട്. ആ ബുക്കിനകത്തെല്ലാം നമ്മളിത് ടിക്ക് ചെയ്ത് വെക്കണം. നമ്മൾ എന്തൊക്കെ ചെയ്തു, പ്രീ ചെക്ക് ഇൻസ്പെക്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം. നമ്മൾ ബ്രേക്ക് ഞെക്കി നോക്കണം, ബ്രേക്ക് ലൈറ്റ് തെളിയുന്നുണ്ടോ, സൈഡിലത്തെ ഈ മാർക്കർ ലൈറ്റുകളെല്ലാം തെളിയുന്നുണ്ടോ, ഇതൊക്കെ ഇതിനകത്ത് നോക്കണം. വണ്ടിക്കകത്ത് ഫ്യൂവൽ ഉണ്ടാവും ഓൾമോസ്റ്റ് ആയിട്ട്. നമ്മൾ എന്താ അടിക്കുന്നുണ്ട്, ചെക്ക് ചെയ്യണം ഫ്യൂവല്. പിന്നെ നമ്മുടെ വണ്ടി റെഗുലർ എല്ലാം മെക്കാനിക്സ് വന്ന് ചെയ്യുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഓയിലും കാര്യങ്ങളും ചെക്ക് ചെയ്യണം. അത് പക്ഷേ ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യുന്നതാണ്. അത് ചെയ്യണം. ഈ നട്ടിൻ്റെ ഈ വീൽ നട്ട് പൊസിഷൻസ് നമ്മൾ നോക്കണം, ടയറെല്ലാം നോക്കണം. 2 ടയറുള്ള അകത്തെ ടയർ നമ്മൾ പയ്യെ ഒരു അതിൻ്റെ താഴെ ചെറിയ കമ്പി കിടപ്പുണ്ട് വണ്ടിക്കകത്ത്, അത് വെച്ച് പയ്യെ ഒന്ന് അടിച്ചു നോക്കണം. 2 ടയറിൻ്റെ ഇടയ്ക്ക്. അങ്ങനെ ഒത്തിരി ഇതുകൾ നമ്മളൊരു 5 മിനിറ്റ്സ് മിനിമം നമ്മൾ സ്പെൻഡ് ചെയ്യണം. ഓടിച്ചാടി വണ്ടിയിലോട്ട് കയറരുത്. കാരണം ഇത്രയും വലിയൊരു വണ്ടിയാണ് നമ്മൾ. നമ്മുടെ മാത്രമല്ല, റോഡിൽ ഉള്ള ആൾക്കാരുടെ ലൈഫിനും നമ്മൾ ഗ്യാരണ്ടി ഉണ്ട്, നമ്മൾ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അതെ, നമ്മൾ ഓടിച്ചെന്ന് കാർ എടുക്കുന്ന പോലെ അല്ല. പിന്നെ ഡോറ്, വണ്ടിയുടെ ട്രെയിലറിന്റെ 2 സൈഡ് ഡോറും ബാക്ക് ഡോറും എല്ലാം പ്രോപ്പറായിട്ട് ക്ലോസ്ഡ് ആണോ നോക്കണം. അത് തുറന്നു കഴിഞ്ഞാലും വേറെ വണ്ടിക്കിട്ട് പോയി തട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പണിയാണ്. ഇതും സംഭവിച്ചിട്ടുണ്ട് ഇവിടെ. ഡോറ് ഓടിക്കൊണ്ടിരുന്ന വണ്ടി തുറന്നു പോയിട്ടുണ്ട്. ബാഗിങ് കൊണ്ട് വണ്ടി ഒന്നും, അതൊക്കെ ഡ്രൈവറിന്റെ അശ്രദ്ധം മൂലമാണ് ഇതെല്ലാം നടന്നിട്ടുള്ളത്. ഡ്രൈവർമാരുടെ അതൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യണം. ഒരു 10 മിനിറ്റ്സ് ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്ത് പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ വണ്ടി എടുക്കാറുള്ളൂ. വൺസ് ഡോറ് തുറന്നു പോയി, ഡോറ് ഓപ്പൺ ആണെങ്കിൽ നമ്മുടെ പോലീസ് പിടിച്ചു കഴിഞ്ഞാൽ $2000 ഫൈനാണ്. പിന്നെ ലൈസൻസ് സസ്പെൻഷൻ ഉണ്ടാകാം. അത് ആ പിടിക്കുന്ന ആളുടെ അതുപോലെ നമ്മുടെ എന്ത് സിറ്റുവേഷനിലാണ് എന്നുള്ള ഇതിനെല്ലാം ബാധിച്ചിരിക്കും. പക്ഷെ നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പക്കായിട്ട് ചെയ്തിട്ട് വേണം കയറാനായിട്ടല്ലേ. അതെ, പ്രീ ചെക്ക് ഇൻസ്പെക്ഷൻ നമ്മൾ 100% നമ്മൾ എടുക്കണം. അത് അവർ ആ വണ്ടിയുടെ 5th വീലും ഒക്കെ ചെക്ക് ചെയ്യുന്നതാണ്. വണ്ടിയുടെ ട്രെയിലർ ട്രാക്ടർ യൂണിറ്റിലേക്ക് കണക്ട് ചെയ്യുന്ന ആ ഭാഗം അവർ ചെക്ക് ചെയ്യുന്നതാണ്. എങ്ങനെയാണ് അത് ഹുക്ക് ചെയ്യുന്നത്. അവിടെ ലിവറുണ്ട്, ആ ലിവറെ പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ ചെറിയ ലൂക്ക് മാറും. എന്നിട്ടാണ് അത് ഡിസ്കണക്ട് ചെയ്യുന്നത്. അതിനെക്കുറിച്ചൊക്കെ പുള്ളിക്കാരി അത് പഠിപ്പിക്കുന്നതാണ്.
ട്രക്ക് ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോകുന്നതിന് മുമ്പ് അത്യാവശ്യം കുറെ പരിപാടി 5 to 10 minutes നമ്മൾ 5 minutes നമ്മൾ സ്ഥിരം നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും സ്ഥിരം പോകുന്ന വണ്ടിയാകുമ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് നമുക്ക് അറിയാം. എന്നാലും നമ്മൾ ഈ ടയറുകളെല്ലാം നമ്മൾ നോക്കണം, ഏത് സമയത്ത് വേണമെങ്കിലും പണി കിട്ടാവുന്നതാണ്. ഇത്തവണ ഒരാൾ കയറി ടെസ്റ്റ് അടിക്കാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. പുള്ളി ഡ്രൈവിങ്ങിന് കയറുകയാണ്. പുള്ളിക്കാരി ഓരോരുത്തരിൽ കൊണ്ടുപോകുള്ളൂ, എല്ലാവരും പാസഞ്ചർ സീറ്റും ഇതല്ലേ ഉള്ളൂ, 2 പേരല്ലേ പറ്റുള്ളൂ. പുള്ളിക്കാരി അവർക്ക് ഫുൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ് എന്തൊക്കെയാണ് സംഗതികളെന്നും എന്തൊക്കെയാണ് പുള്ളിക്കാരി ചെക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പുള്ളിക്കാരി എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നത്. ബേസിക്കലി ഇതൊക്കെ ഒരു സേഫ്റ്റി ഉറപ്പ് വരുത്തുന്നതിൻ്റെ ഭാഗമായിട്ടോ. കാരണം നിങ്ങൾക്ക് ട്രക്ക് എന്ന് പറഞ്ഞാൽ അറിയാം എത്രയും വലിയൊരു വണ്ടിയാണ്, പല ആളുകളുടെ സേഫ്റ്റിയുടെ ഒരു കാര്യമാണ് ട്രക്ക് ഓടിക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ വരുന്ന ഡ്രൈവർമാർക്കും ആ ഒരു സേഫ്റ്റിയുടെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതൊക്കെ തന്നെയാണ് ഈ ഒരു റൊട്ടീൻ്റെയൊക്കെ ഒരു മെയിൻ ഒരു ഉദ്ദേശം. ഇപ്പം നമ്മുടെ സേഫ്റ്റിയും ആളുകളുടെ സേഫ്റ്റിയും ആണ് മെയിനായിട്ട് ഈ ഒരു പ്രോസസ്സിലൂടെ അവർ ഉറപ്പുവരുത്തുന്നത്. ഇതാണ് കേട്ടോ മറിയാലി പറഞ്ഞ മറിയാലിയുടെ കമ്പനി ടോർക്ക് ലൈസൻസ് എന്ന് പറഞ്ഞിട്ട് ന്യൂസിലാൻഡിൽ പാമേഴ്സ്ബറോത്തിലാണ് ഇത് ലൊക്കേറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റെഫിൻ ബ്രോൻ്റെയും സൂരജ് ബ്രോൻ്റെയും കമ്പനിയായ എസാൻഡസ് ട്രാൻസ്പോർട്ടിൻ്റെ വണ്ടികളാണ് ഇവർ ലൈസൻസ് ടെസ്റ്റിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഇപ്പോൾ മരിയാലിക്ക് അങ്ങനെ ക്ലയൻസ് ലൈസൻസ് കൺവേർഷന് വേണ്ടി വരുമ്പോൾ സ്റ്റെഫിൻ ബ്രോനെയും സൂരജ് ബ്രോനെയും കോൺടാക്ട് ചെയ്തിട്ട് അവർ ഇതുപോലെ വണ്ടി ഓട്ടമില്ലാത്ത സമയത്ത് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുകയാണ്. അപ്പോൾ നമ്മൾ വണ്ടി എടുത്ത് നമ്മൾ ആ ട്രാക്കിലേക്ക് ആ റോഡിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ തന്നെ സ്റ്റുഡൻസ് വണ്ടി കൊണ്ടുപോകും റോഡിലേക്ക്. അവർ വണ്ടി കൊണ്ടുപോയിട്ട് മൊത്തം അവർ ടെസ്റ്റൊക്കെ കഴിഞ്ഞ് തിരിച്ചു കൊണ്ടുവന്ന് ഇടും. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ മെയിനായിട്ട് കാണിച്ച രംഗങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ ഈ ലേണേഴ്സൊക്കെ കഴിഞ്ഞ് തിയറി ആക്ച്വൽ ലൈസൻസ് ഹെവി ലൈസൻസ് കൺവേർഷൻ്റെ കാര്യങ്ങളാണ്. മറിയാലി അങ്ങനെ കൺവേർഷന് വേണ്ടി വരുന്ന ആളുകളെ അസസ് ചെയ്യുന്ന അസസറാണ്. അപ്പോൾ ഈ വീഡിയോയുടെ തന്നെ പാർട്ട് 1 ഓൾറെഡി നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ ആ വീഡിയോ എല്ലാവരും കാണണം. അതുകൂടാതെ തന്നെ നമ്മൾ ഈ നാട്ടിൽ നിന്ന് വരുന്നവർക്ക്, നമ്മുടെ മലയാളികളായ ഇപ്പം ന്യൂസിലാൻഡിലേക്ക് ഡിപ്പെൻഡൻറ്റ് വിസയിലും അല്ലാതെയൊക്കെ വരുന്ന ആളുകൾക്ക് വരുമ്പോൾ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് കൊണ്ടുവരേണ്ടത്, അതുപോലെ തന്നെ ഈ ആക്ച്വൽ ലൈസൻസ് നമുക്ക് ഹെവി ലൈസൻസ് കൺവേർട്ട് ചെയ്യാനായിട്ട് മറ്റുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് ഡീറ്റെയിൽഡായിട്ട് സാൽവേഷ് ബ്രോ നമ്മുടെ ചാനലിൽ തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ട്രക്കിങ്ങിൻ്റെ മറ്റുള്ള വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ ആ വീഡിയോസ് കൂടിയൊക്കെ നിങ്ങളൊന്ന് ചെക്കൗട്ട് ചെയ്യുക. അപ്പോൾ വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും വലിയൊരു നന്ദി. അപ്പോൾ നമ്മുടെ ഈ ട്രക്ക് ഡ്രൈവേഴ്സിനായിട്ട് നമ്മളൊരു ഫേസ്ബുക്ക് ഗ്രൂപ്പ്, അതായത് ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും മലയാളി ട്രക്ക് ഡ്രൈവർമാരുണ്ട്. അങ്ങനെയുള്ള ട്രക്ക് ഡ്രൈവേഴ്സിന് വേണ്ടിയിട്ട് നമ്മളൊരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഗ്രൂപ്പിൻ്റെ ലിങ്ക് നമ്മുടെ കമൻറ്റ് സെക്ഷനിലുണ്ട്. അപ്പോൾ ആ ഗ്രൂപ്പിൽ എല്ലാവരും ജോയിൻ ചെയ്യുക. അപ്പം നമുക്കൊക്കെ ഒരു കണക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അത് സഹായിക്കും. അപ്പോൾ വൺസ് അഗെയിൻ എല്ലാവർക്കും ഒരു വലിയ താങ്ക് യു. വീഡിയോ മറ്റുള്ള ഡ്രൈവേഴ്സിൻ്റെ ഗ്രൂപ്പിലേക്ക് എത്തിക്കുക. അപ്പോൾ താങ്ക് യു വെരി മച്ച് ആൻഡ് സീ യു ലേറ്റർ.